ഈ കാണുന്നതൊക്കെ ഇന്ന് കിട്ടിയ ഓർഡറിലോട്ട് നമുക്ക് കൊടുക്കാനുള്ള കടച്ചൊക്കെയാണ്. രാവിലെ തന്നെ അവർ വിളിച്ചു പറഞ്ഞു 2 ബോക്സോളം കടച്ചൊക്കെ വേണമെന്ന്. അപ്പോൾ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെയിറ്റ് എടുത്തിട്ടില്ല, പറിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് കിട്ടിയ വേറെ ചെറിയ ഓർഡറിലേക്ക് കൊടുക്കാനാണ്. അപ്പൊ അവരിപ്പോ ഷോപ്പിൽ നിന്ന് വരുന്നത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതെ, മനാഫ്ക എത്തിയിട്ടുണ്ട്. മനാഫ്ക പറഞ്ഞ പോലെ നല്ല ക്ലിയർ ആക്കി പറിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് എടുക്കല്ലോ. അത് നല്ല സൂപ്പർ സാധനം, നല്ല ക്ലിയർ ചെയ്ത് ആദ്യം നമ്മൾ തന്ന സാധനം തന്നെയാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. സെയിം സാധനം തന്നെ, അതെ തന്നെ. ഇത് നമ്മൾ വേറെ കൊടുക്കാൻ വേണ്ടി പറിച്ചാണ് മാറ്റിയേക്കാം. ഇത് രണ്ടാണ് നിങ്ങൾ പറഞ്ഞ ബോക്സിൽ നിറച്ചപ്പോ വെയിറ്റ് എടുക്കല്ലോ ഒന്ന്. ആ, നമ്മളെ മെഷീനിൽ ഇതില് നമുക്ക് 1.5 ബോക്സ് വരുന്നത്. അപ്പൊ കറക്റ്റ് ഇത് ഇടുക്കി വെച്ച പോലെ ഉണ്ട്. 21,550 ഉണ്ട്. അപ്പൊ ആ ഗുഡ്സ് കയറ്റാം. നല്ല മൂവ് ഉണ്ടല്ലേ കടച്ചക്ക? എന്താ എടുക്കുന്ന എല്ലാവരും പറയാ. കുറച്ച് ഡിമാൻഡ് നമ്മുടെ ഫാമിൽ നിന്നൊക്കെ എല്ലാം അധികം വന്നിട്ടുണ്ട് നമ്മുടെ ടൗണിലൊക്കെ. മനാഫ്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും എല്ലാം ഇവർ തന്നെ എടുക്കലിട്ട് അവരുടെ ഷോപ്പിലോട്ട്. ഇപ്പൊ കടച്ചക്കൊക്കെ ഇപ്പൊ 750 കൂടുതലാണ്, കുഴപ്പമില്ല. അപ്പൊ കറക്റ്റ് ഈ ബോക്സ് കറക്റ്റ് അല്ല, നമ്മൾ ഇത് അത്യാവശ്യം നിറയ്ക്കുകയാണെങ്കിൽ 20 കിട്ടും അല്ലെ? ഇപ്പൊ രണ്ടിലും നമ്മളെ ബോക്സിന്റെ തൂക്കം കഴിച്ചിട്ട് 20 കിലോ ഉണ്ടാവും. അപ്പൊ 40 കിലോ കടച്ചൊക്കെ ഉണ്ട്. പിന്നെ വേറെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പറയും മനാഫ്ക ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആണല്ലേ? അതായത് ഈ കാമ്പർത്ത് ഫാമിന്റെ കടച്ചക്കന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളെ കടയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന് ഡിമാൻഡാണ്. ആളുകൾ ഇത് ചോദിച്ചു വരിക, ആഷിക്കിന്റെ കടച്ചക്ക വന്നോ, കാമ്പർത്ത് ഫാമിന്റെ ആഷിക് വന്നോ. ഇവന്റെ തോട്ടത്തിലുള്ള ഏകദേശം സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ ഏകദേശം വന്നു. നമ്മളെ ഇവിടുന്ന് വിൽക്കുന്ന പച്ചക്കറി ബാക്കിയുള്ളതൊക്കെ മനാഫ്കാന്റെ കടയിൽ കൊണ്ടു കൊടുക്കും. ഒരു ന്യായമായ വില ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മനാഫ്കാക്ക് നമ്മൾ ഇവിടെ വിറ്റ് കഴിയുന്നതൊക്കെ നമ്മൾ മനാഫ്കാനെ വിളിച്ചിട്ട് അവർക്കും കൊടുക്കാറുണ്ട്. അതായത് ഇപ്പൊ കടച്ചക്ക ഇതിപ്പോ അവിടെ നമ്മളെ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാല് ജസ്റ്റ് ഇന്നത്തോടെ ഇത് തീരുന്നു. കാരണം ഇത് ആഷിക്കിന്റെ കടച്ചക്കയെന്ന് വെച്ചിട്ടാണ് വരുന്നത്. അതായത് കാമ്പർത്ത് ഫാമിന്റെ കടച്ചക്ക ചോദിച്ചിട്ടാണ് നമ്മുടെ കടയിലേക്ക് വരുന്നത്. ഇതിപ്പോ എത്രയാണ് ആഷിക? അതിപ്പോ നമുക്ക് തരുന്ന റേറ്റ് 50 ആണ്. അത് വെച്ച് കൂട്ടി നമുക്ക് വില ഇല്ല, സാധനം ലാഭ റേറ്റ് തന്നാൽ മതി. ഇപ്പൊ 40 കിലോ ഉണ്ട്. 40 കിലോന് അപ്പൊ 2000 രൂപ. അതെ, കഴിഞ്ഞ കണക്കെല്ലാം ക്ലിയർ ചെയ്താ കേട്ടോ. ആദ്യം നമുക്ക് ഇത്രയും 2000 രൂപയ്ക്കാണ് ഇന്ന് കടച്ചൊക്കെ വിറ്റിട്ടുള്ളത്. ഇതുപോലെ ഇനി തിങ്കളാഴ്ച ഇവർക്ക് വീണ്ടും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വിളവെടുപ്പ് തുടങ്ങിയ 1.5 മാസം വരെ ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇതുവരെ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. എത്തിച്ചേരും. നമ്മൾ മനാഫ്കൊക്കെ നമ്മൾ ഇവിടുന്ന് പച്ചക്കറി എന്ത് പർച്ചേസ് ചെയ്യുന്നൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. ഇവർ അത്രയും പച്ചക്കറികളും അതുപോലെ കടച്ചൊക്കെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഡെലിവറി ഫ്രീ ആണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഫാമിൽ വന്നൊക്കെ കടച്ചക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്താണെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നതാണ്.